ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ നിർണായക വെളിപ്പെടുത്തൽ. ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്ന സെബാസ്റ്റ്യന്റെ കുറ്റസമ്മതം. ജൈനമ തിരോധാന കേസിൽ ചോദ്യം ചെയ്യലിനിടയിലാണ് ബിന്ദുവിനെ കൊന്നുവെന്ന് പ്രതി സമ്മതിച്ചത്. കുറ്റസമ്മതമൊഴി ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഹാജരാക്കി. സെബാസ്റ്റ്യനുമായി വേളാങ്കണ്ണിയിൽ ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തും. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, ഒടുവിൽ സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണോ? ആര്യ, ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ജൈനമ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനിടയിലാണ് ക്രൈംബ്രാഞ്ചിനോട് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം സെബാസ്റ്റ്യൻ സമ്മതിച്ചിരിക്കുന്നത്. സെബാസ്റ്റ്യൻ ഇത്തരത്തിൽ ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്ന ഉള്ള കുറ്റസമ്മത മൊഴിയാണ് ക്രൈംബ്രാഞ്ച് ഇന്നലെ കസ്റ്റഡി അപേക്ഷയ്ക്കായി കോടതിയിൽ ഹാജരാക്കിയത് എന്നുള്ളതാണ്. ഈ കുറ്റസമ്മത മൊഴി ഉൾപ്പെടെ പരിഗണിച്ചാണ് സെബാസ്റ്റ്യനെ 6 ദിവസത്തേക്ക് ബിന്ദു പത്മനാഭൻ കേസിൽ ചോദ്യം ചെയ്യുന്നതിനായി ക്രൈംബ്രാഞ്ചിന് വിട്ടു നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇയാൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞതായാണ് ഇന്നലത്തെ ചോദ്യം ചെയ്യലടക്കം വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രധാനമായും ബിന്ദു പത്മനാഭനായി സംസ്ഥാനത്തിന്റെ പുറത്ത് പലയിടങ്ങളിൽ ഇയാൾ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെ എവിടെയോ ആണ് മൃതദേഹം മറവ് ചെയ്തിട്ടുള്ളത് എന്നുള്ള സൂചന കൂടി ലഭ്യമാകുന്നുണ്ട്. വേളാങ്കണ്ണി, ബാംഗ്ലൂർ, കുടക് അടക്കമുള്ള ഇടങ്ങൾ, കണ്ണൂരിലും ഇയാൾ പോയിട്ടുണ്ട് ബിന്ദുവുമായി. അത്തരത്തിൽ ആ ഇടങ്ങളിൽ എവിടെ വേളാങ്കണ്ണിയിൽ എന്തായാലും ഇപ്പോൾ തെളിവെടുപ്പിന് കൊണ്ടുപോകും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ എവിടെയാണ് ബിന്ദുവിന്റെ മൃതദേഹം മറവ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ബിന്ദു പത്മനാഭന്റെ മൃതദേഹം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അന്യ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പിനായി അന്വേഷണ സംഘം പോകും. ഈ കേസിൽ ഏറ്റവും നിർണായകം, അതായത് ജൈനമ്മ തിരോധാന കേസ് വരുന്നതിന് മുൻപ് തന്നെ 2006 ബിന്ദു പത്മനാഭൻ മിസ്സിംഗ് ആണ്. 2017 ബിന്ദു പത്മനാഭന്റെ സഹോദരൻ ബിന്ദുവിനെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകുന്നത്. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനിയായിരുന്നു ബിന്ദു. 3 ഏക്കറോളം വരുന്ന കോടികൾ വിലമതിക്കുന്ന സ്വത്തിന്റെ ഉടമയായിരുന്നു. ബിന്ദു പത്മനാഭന്റെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ തന്നെ വ്യാജരേഖകൾ ചമച്ചും വ്യാജ മുക്തിയാർ ഉണ്ടാക്കിയും ആൾമാറാട്ടം നടത്തിയും സെബാസ്റ്റ്യൻ തട്ടിയെടുത്തിരുന്നു. അന്വേഷണ സംഘം 2017 ഇക്കാര്യങ്ങൾ കണ്ടെത്തി. കാരണം ബിന്ദു പത്മനാഭന്റെ സഹോദരൻ നൽകിയ പരാതിയിൽ തന്നെ ഇത്തരത്തിൽ സഹോദരിയുടെ പേരിലുള്ള സ്വത്തുക്കൾ ഉൾപ്പെടെ തട്ടിയെടുത്തതിനു ശേഷം സഹോദരിയെ കാണാനില്ല, അതായത് അത്തരത്തിൽ കൊലപ്പെടുത്തിയെന്ന് സൂചന നൽകിക്കൊണ്ടുള്ള ഈ ബിന്ദു പത്മനാഭന് പകരം ബിന്ദുവിന്റെ ഇടപ്പള്ളിയുള്ള സ്വത്തുക്കൾ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി മറ്റൊരു സ്ത്രീയെയാണ് ആലപ്പുഴയിൽ നിന്ന് എത്തിച്ചതടക്കം അവരുടെ അഡ്രസ്സ് സഹിതം നൽകിയായിരുന്നു ബിന്ദുവിന്റെ